കൃപാസനം പത്രം ജൂലൈ 2026 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേര്യമംഗലം തലേക്കാട് നിന്നുള്ള ജെസിയുടെ സാക്ഷ്യം. 31 വർഷം ആഗ്രഹിച്ചത് ഉടമ്പടിയിൽ 7 മാസത്തിനുള്ളിൽ നടന്നു. ഞങ്ങൾക്ക് 31 വർഷമായി ഒരു ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് 7 മാസത്തിനുള്ളിൽ ഭവനം പണി പൂർത്തീകരിച്ച് താമസിക്കാൻ സാധിച്ചു. എൻ്റെ മകന് വിദേശത്തൊരു ജോലി ലഭിച്ചു. കൂടാതെ ഒരു അംഗനവാടി ടീച്ചറായി ഞാൻ വേരിക്കോസിന്റെ അസുഖം മൂലം വളരെയധികം ക്ലേശിക്കുകയായിരുന്നു. നിന്ന് ജോലി ചെയ്യാൻ ഒട്ടും സാധിക്കില്ലായിരുന്നു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വേരിക്കോസ് വെയിൻ പൂർണ്ണമായും മാറിക്കിട്ടി. ഞങ്ങളുടെ സ്ഥലം വിൽക്കാനുള്ള തടസ്സവും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. പാല ചേർപ്പുങ്കലിൽ നിന്നുള്ള മഞ്ജുവിന്റെ സാക്ഷ്യം. ഒരു ജോലിക്ക് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഒരുപാട് അലഞ്ഞു. ഉടമ്പടിയിൽ ഒരു പുതിയ വഴി മാതാവ് എനിക്ക് തുറന്നു തന്നു. എനിക്കുണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ട ശേഷം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചുവെങ്കിലും ഒന്നും ശരിയായില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ഇസ്രായേലിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇസ്രായേലിൽ ജോലി ലഭിച്ചു. കൂടാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി 90% മാർക്കോടെ 10ാം ക്ലാസ് പാസ്സാകാൻ സാധിച്ചു. കൂടാതെ എൻ്റെ ഭർത്താവിന് 10 വർഷമായി ഉണ്ടായിരുന്ന ബാക്ക് പെയിനും ഹെർപ്പസ് എന്ന രോഗവും വെഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. പത്തനംതിട്ട അടൂരിൽ നിന്നുള്ള ഓമനയുടെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് കായംകുളം എത്തിയതും എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചു. അത് മാതാവിന്റെ നേരിട്ടുള്ള ഇടപെടലായിരുന്നു. എൻ്റെ മകന് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്തപ്പോൾ ലിവറിനും പാൻക്രിയാസിനും ക്ഷതമേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മകന്റെ വയർ വീർത്തു വരാനും പഴുക്കാനും തുടങ്ങി. മകനെ പെട്ടെന്ന് ഓപ്പറേഷന് കയറ്റി. അതിനുശേഷം വെന്റിലേറ്ററിലാക്കി. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ഞാൻ മാതാവിന്റെ ഒരു ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ICUവിൽ കയറി മകന് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നെ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് കായംകുളത്തെത്തിയപ്പോൾ മകനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ കോൾ വന്നു. മകന് സൗഖ്യം ലഭിച്ചു. ഛത്തീസ്ഗഡ് റായ്പൂരിൽ നിന്നുള്ള സജിൻ മാനുവലിന്റെ സാക്ഷ്യം. ഒറ്റ ഉടമ്പടിയിൽ എനിക്ക് ലഭിച്ച മരിയൻ ഉടമ്പടിയുടെ വലിയ സാക്ഷ്യങ്ങൾ. എനിക്ക് വൈഫിന്റെ ജോലി സംബന്ധമായി ഛത്തീസ്ഗഡിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ 2 വർഷത്തോളം എനിക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ വളരെ സങ്കടപ്പെട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്കൊരു സ്കൂളിൽ ജോലി ലഭിച്ചു. കൂടാതെ ഞാനൊരു സിംഗറാണ്. അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഷാജി തുമ്പേച്ചിറയിലച്ഛൻ ഛത്തീസ്ഗഡിൽ വരികയും എന്നെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും പല ഭാഷകളിൽ പാടാനുള്ള അവസരം തരികയും ചെയ്തു. ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള വിനീഷ് കുമാറിന്റെ സാക്ഷ്യം. ഒറ്റ ഓൺലൈൻ ഉടമ്പടിയിൽ ഉണ്ടായ സമയച്ചുരുക്ക ദൈവിക ഇടപെടൽ. ഞാൻ 4 വർഷമായി ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും എൻ്റെ റെസ്യൂം റിജക്ഷൻ ആയിക്കൊണ്ടിരുന്നു. ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 1 മാസത്തിനുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്ത 3 ജോലിക്കും ഇന്റർവ്യൂവിന് വിളിച്ചു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ 12 വർഷമായി ഞങ്ങൾ ന്യൂസിലൻഡിൽ താമസിക്കുന്നുവെങ്കിലും PR കിട്ടിയിരുന്നില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി PR ലഭിച്ചു. കണ്ണൂർ മരിയാപുരത്തു നിന്നുള്ള ഗ്രേസി ഫ്രാൻസിസിന്റെ സാക്ഷ്യം. മുഖത്തെ അലർജി മൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഉടമ്പടിയിൽ വിഷയം പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ നടന്നത്. എനിക്ക് മുഖത്തുണ്ടായ അലർജി മൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടറെ കണ്ട് പല പ്രാവശ്യം മരുന്ന് വാങ്ങിയെങ്കിലും തൽക്കാലം മാറും, പിന്നെയും അസുഖം വരും. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ ഞാൻ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന വീട്ടിലെ അക്രൈസ്തവയായ ചേച്ചിക്ക് ഡിസ്കിന് കംപ്ലൈന്റ് മൂലം 5 വർഷമായി നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ആ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി വെളുപ്പിന് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആരോ നടുവിന് കൈവയ്ക്കുന്ന അനുഭവം ഉണ്ടായി.
അതിനുശേഷം പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി മുട്ടിന് സർജറി പറഞ്ഞതും ഒഴിവായി കിട്ടി. ബാംഗ്ലൂരിൽ നിന്നുള്ള നവീല വെർജിനിയുടെ സാക്ഷ്യം. ഉടമ്പടി തൈലം വിശ്വാസത്തോടെ പ്രയോഗിച്ചപ്പോൾ നടന്ന അത്ഭുതം. എൻ്റെ 2 കാലുകളിലും മുട്ടുവരെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. കൃപാസനത്തിൽ വരുമ്പോൾ എനിക്ക് നിൽക്കാനോ കുർബാനയിൽ പങ്കെടുക്കാനോ പറ്റാത്ത വിധം വേദന കഠിനമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം വിശ്വാസത്തോടെ ഉപയോഗിച്ചു. വീണ്ടും ഞാൻ ഡോക്ടറെ പോയി കണ്ട് ബയോപ്സി ചെയ്തു. റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. ഒരു പാട് പോലും അവശേഷിക്കാതെ പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ വയറ്റിൽ 2 സിസ്റ്റ് ഉണ്ടായിരുന്നു. 6 ഡോക്ടർമാരെ കാണിച്ചപ്പോഴും സർജറി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കടുത്തുരുത്തിയിൽ നിന്നുള്ള ജിഷ ജോണിയുടെ സാക്ഷ്യം. ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചപ്പോൾ ഇസ്രായേലിൽ പോയി ജീവിതം കരുപിടിപ്പിക്കാൻ സാധിച്ചു. ഒരു നേഴ്സായി ഞാൻ 10 വർഷമായി ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇസ്രായേലിൽ പോകുന്നതിനുള്ള പേപ്പർ വർക്കുകൾ ആരംഭിച്ചു. ഇന്റർവ്യൂവിന് പോയപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എംബസിയിൽ ഞാൻ ആരും ചവിട്ടാത്തെടുത്ത് വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശ് രൂപവുമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായി അത്ഭുതകരമായി ഇന്റർവ്യൂ പാസ്സായി ഇസ്രായേലിൽ പോകുന്നതിന് സാധിച്ചു. കൂടാതെ ഞാൻ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നല്ലൊരു ഭവനം ലഭിച്ചു. മരടിൽ നിന്നുള്ള മോബിൻ ടൈറ്റസിന്റെ സാക്ഷ്യം. 7 കൊല്ലത്തെ സമയം ചുരുക്കിക്കൊണ്ട് മാതാവ് ഉടമ്പടി വഴി 8 മാസത്തിനുള്ളിൽ എൻ്റെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കി. ഒരു പേസ്ട്രി ഷെഫായി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് 7 വർഷമായി ശ്രമിക്കുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. സ്കിൽ അസസ്മെന്റിന്റെ സമയത്ത് 22 ഐറ്റംസ് ഉണ്ടാക്കി വീഡിയോ എടുത്ത് ഫോണിൽ കാണിക്കാൻ എന്നോട് പറഞ്ഞു. പേസ്ട്രി ഐറ്റംസ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. ഇന്റർവ്യൂവിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിച്ചു. സ്കിൽ അസസ്മെന്റിന് ഒരു ലേഡി അവിടെ റെഡിയാക്കി തരികയും അതുവഴി 7 കൊല്ലമായി ഉണ്ടായിരുന്ന തടസ്സം മാറി സമയ ചുരുക്കത്തിന്റെ അമ്മ 8 മാസത്തിനകം വിസയും ടിക്കറ്റുമെല്ലാം അനുവദിച്ചു തരികയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. കോട്ടയത്ത് നിന്നുള്ള എബിൻ എബ്രഹാമിന്റെ സാക്ഷ്യം. സപ്ലിമെന്ററി എക്സാം ഇല്ലാതെ പാസ്സായാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. ഞാൻ MCOM കോഴ്സിന് പഠിക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റും വളരെ ടഫ് ആയതിനാൽ പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു തരത്തിലും പാസ്സാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് സപ്ലി ഇല്ലാതെ MCOM പാസ്സാക്കിയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നു. അതിന്റെ ഫലമായി ഞാൻ സപ്ലി ഇല്ലാതെ എക്സാം പാസ്സായി. ഉടമ്പടിക്ക് ശേഷം ആത്മീയമായി വളരുന്നതിനും എനിക്ക് സാധിച്ചു.